ഞാൻ ഡോക്ടർ ടി.എം. ഗോപിനാഥ് ഉള്ളി. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യായാമം ചെയ്യുന്ന പലർക്കും ഇന്ന് മുട്ടുവേദന ഉണ്ടാകാറുണ്ട്. ചിലർക്കാകട്ടെ മുട്ടുവേദന കാരണം വ്യായാമം മുടങ്ങിപ്പോകുന്നവരുമുണ്ട്, അല്ലെ വ്യായാമം ചെയ്യാത്തവരുമുണ്ട്. ഈ രണ്ടു കൂട്ടരുടെയും പ്രശ്നങ്ങൾക്ക് എന്താണ് പരിഹാരം എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് തന്നെ വ്യായാമം ചെയ്യുമ്പോൾ എന്തുകൊണ്ട് മുട്ടിന് വേദന ചിലർക്ക് ഉണ്ടാകുന്നു എന്ന് ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ധികളിൽ ഒന്നാണ് കാലിലെ മുട്ടുകൾ. നമ്മുടെ ശരീരത്തിന്റെ ഭാരം മുഴുവൻ താങ്ങുന്നത് ഈ സന്ധികളിലാണ്. അപ്പോൾ ഈ സന്ധികൾ നമ്മൾ ശരിക്കും സംരക്ഷിച്ചില്ലെങ്കിൽ പലപ്പോഴും അതിന് തേയ്മാനം വരുന്നു, അതിന് നീര് വരുന്നു, വേദന വരുന്നു, മുട്ട് മടക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. അങ്ങനെ പലവിധ പ്രശ്നങ്ങളാണ് പലർക്കും കാൽ മുട്ടുകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ വ്യായാമം ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് മുട്ടിന് വളരെ ആയാസം വരുന്ന ചില വ്യായാമങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് നോക്കി വേണം നമ്മൾ വ്യായാമം തിരഞ്ഞെടുക്കുവാൻ. നമ്മൾ സാധാരണ വേഗതയിലുള്ള നടപ്പ് മുട്ടിന് വലിയ സ്ട്രെയിൻ കൊടുക്കുന്നില്ല. അതേ സമയത്ത് നമ്മൾ ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ട്രെനുവസ് എക്സർസൈസ് ആണ്. അതുപോലെ തന്നെ ചാടുന്നു, പടികൾ കയറുന്നു, അല്ലെ മലകൾ കയറുന്നു, ഇവയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുട്ടുകൾക്ക് കൂടുതൽ ആയാസം സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ മുട്ടിന് നീർക്കെട്ടായിട്ട് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മുട്ടിന് ചുറ്റും കുറച്ച് പേശികളുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരഭാരം മുഴുവൻ താങ്ങുന്നത് നമ്മുടെ ഈ മുട്ടിലും അതുപോലെ തന്നെ മുട്ടിനോട് ചുറ്റുമുള്ള പേശികളിലുമാണ്. തുടയിലാണ് ഏറ്റവും വലിയ പേശികളുള്ളത്. അപ്പോൾ ഈ പേശികൾ ചിലപ്പോൾ ബലം കുറയാൻ സാധ്യതയുണ്ട്. വ്യായാമം ഒന്നും ചെയ്യാത്ത പലർക്കും ഈ പേശികളിൽ ബലം കുറഞ്ഞവയായിരിക്കാം. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ദിവസം വ്യായാമം ചെയ്യുന്നു, അതായത് വ്യായാമം ചെയ്യാത്ത ഒരാള് പെട്ടെന്ന് അമിതമായിട്ട് വ്യായാമം ചെയ്യുകയാണെങ്കിൽ ഈ ബലം കുറഞ്ഞ പേശികൾക്ക് കൂടുതൽ ആയാസം സംഭവിക്കും. കൂടുതൽ ആയാസം സംഭവിക്കുമ്പോൾ ഈ പേശികൾക്ക് നീർക്കെട്ടുണ്ടാവും. അപ്പോൾ അത് വേദനയായിട്ട് ചിലപ്പോൾ മാറിയെന്ന് വരും, ചിലപ്പോൾ മുട്ടിന് നീരും വരും. അങ്ങനെയാണ് പലർക്കും മുട്ടിന് വേദന ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശരീരഭാരം മുഴുവൻ താങ്ങുന്നത് മുട്ടിലെ സന്ധികളിലും അതുപോലെ തന്നെ ആ വലിയ പേശികളിലുമാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അമിതവണ്ണം ഉള്ളവരിലാണെങ്കിൽ അത് കൂടുതൽ ഭാരം ചുമക്കേണ്ടി വരും. അപ്പോൾ അത് മുട്ടിന് കൂടുതൽ ആയാസം അല്ലെ സമ്മർദ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാകുമ്പോഴാണ് മുട്ടിന് ചിലപ്പോൾ തേയ്മാനം ഉണ്ടാകുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ നീരും വേദനയുമായിട്ട് പുറത്ത് പ്രകടിപ്പിച്ചു എന്ന് വരാം. ഇതൊക്കെയാണ് വ്യായാമം ചെയ്യുമ്പോൾ മുട്ടുവേദന ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇനി രണ്ടാമത്തെ കൂട്ടർക്ക് മുട്ടുവേദന കാരണം അവർ വ്യായാമം ചെയ്യുന്നില്ല. അങ്ങനെ മുട്ടിന് എന്തെങ്കിലും നീരോ വേദനയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓരോ ഓർത്തോപീഡിക് സർജനെ തന്നെ കാണിച്ച് എക്സ്റേ എടുത്ത് അല്ലെ മറ്റു പരിശോധനകൾ ചെയ്ത് മുട്ടിനകത്തുള്ള എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കി അതിനുള്ള ചികിത്സ ചെയ്യണം. പലതരത്തിലുള്ള രോഗാവസ്ഥകൾ നമ്മുടെ മുട്ടിനെ ബാധിക്കാറുണ്ട്. ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ ഭാരം താങ്ങുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒന്ന്, തേയ്മാനം സംഭവിക്കുന്നതോ മറ്റൊന്ന്, വൈറ്റമിൻ ഡിയുടെ കുറവ് അല്ലെ കാൽസ്യത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ മറ്റൊന്ന്, പിന്നെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന മറ്റൊരു രോഗാവസ്ഥ. അങ്ങനെ നിരവധി രോഗാവസ്ഥകൾ നമ്മുടെ മുട്ടിനെ ബാധിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഒന്നും വിശദമായിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒരു ഓർത്തോപീഡിക് ഡോക്ടറെ കണ്ട് അദ്ദേഹത്തിന്റെ അഭിപ്രായം അനുസരിച്ചുള്ള ചികിത്സയും വ്യായാമവും ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ രണ്ടു കൂട്ടർക്കും, അതായത് വ്യായാമം ചെയ്യുമ്പോൾ മുട്ടിന് പ്രയാസം അല്ലെ വേദന ഉണ്ടാകുന്നവർക്കും അതുപോലെ തന്നെ മുട്ടിന് വേദന ഉള്ളവർക്ക് വ്യായാമം ചെയ്യാൻ സാധിക്കുന്ന വിധം എന്തെല്ലാം കാര്യങ്ങൾ നീക്കണം എന്നതിനെ പറ്റി പൊതുവായ ചില നിർദ്ദേശങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഏറ്റവും പ്രധാനം, മുട്ടിന് നീരോ വേദനയോ വല്ലതും ഉണ്ടെങ്കിൽ നമ്മൾ മുട്ടിന് വിശ്രമം കൊടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഏതാണ്ട് 2-3 മാസത്തേക്ക് മുട്ടിന് നമ്മൾ വിശ്രമം കൊടുക്കണം, വ്യായാമം ഒന്നും ചെയ്യണ്ട. പലപ്പോഴും വിശ്രമം കൊടുക്കുമ്പോൾ ഈ മുട്ടിന്റെ വേദനയും നീരും കുറയും. അങ്ങനെ മുട്ടിന്റെ നീരും വേദനയും കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ മുട്ടിന് ചുറ്റുമുള്ള പേശികൾക്ക് ഉള്ള വ്യായാമം ചെയ്യണം. അതൊരു ഓർത്തോ ഡോക്ടറുടെയോ അല്ലെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെയോ അഡ്വൈസ് പ്രകാരം ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നല്ലത്. വളരെ ലളിതമായ വ്യായാമങ്ങളാണ്, നമുക്കത് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ആദ്യം ചെറിയ ചെറിയ വ്യായാമത്തിൽ തുടങ്ങി അത് വ്യായാമത്തിന്റെ തോത് നമുക്ക് ക്രമേണ വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ വ്യായാമം ചെയ്യുമ്പോൾ മുട്ടിന് ചുറ്റുമുള്ള പേശികളുടെ ബലം വർദ്ധിക്കും. അപ്പോൾ മുട്ടിനും അതുപോലെ തന്നെ ഈ പേശികൾക്കും ഭാരം ചുമക്കാനുള്ള കപ്പാസിറ്റി കൂടുന്നു. അപ്പോൾ നമ്മൾ വ്യായാമം ചെയ്താലും വലിയ വേദനയോ നീർക്കെട്ടോ ഉണ്ടാകുന്നില്ല. അപ്പോൾ ഈ വേദനയും നീർക്കെട്ടും ഒക്കെ ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം മുട്ടിന് ചുറ്റുമുള്ള പേശികൾക്ക് ബലക്കുറവുണ്ടാകുന്നു എന്നുള്ളതാണ്.
അപ്പോൾ നമ്മൾ നിത്യേന അതിനുള്ള പ്രത്യേക വ്യായാമം ചെയ്യുമ്പോൾ ആ പേശികൾക്ക് ബലം വരികയും നമ്മുടെ മുട്ടിന്റെ വേദനയും നീരും മാറിപ്പോവുകയും ചെയ്യും. പിന്നെ മുട്ടിന്റെ വേദനയും നീരും കുറയ്ക്കുന്നതിന് വേണ്ടി മുട്ടിന് ചെറിയ സപ്പോർട്ട് നമുക്ക് നൽകാൻ പറ്റും. നീ ക്യാപ്പിനെ പറ്റി നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടായിരിക്കാം. കുറച്ച് നാളത്തേക്ക് നമ്മൾ ആ നീ ക്യാപ്പ് ധരിക്കുന്നത് വളരെ നല്ലതാണ്. ദീർഘനാളത്തേക്ക് ഈ നീ ക്യാപ്പ് നമ്മൾ ഉപയോഗിക്കരുത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഈ മുട്ടിന് അധിക സമ്മർദ്ദം തരുന്ന വ്യായാമങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കണം. അതായത് നമ്മൾ വേഗതയിലുള്ള നടപ്പ് ചെയ്യുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ ഓടുമ്പോൾ ശ്രദ്ധിക്കണം. ഓടുമ്പോൾ അത് മുട്ടിന് കൂടുതൽ ആയാസം വരും. നമ്മൾ പടികൾ കയറുമ്പോൾ മുട്ടിന് കൂടുതൽ ആയാസം വരും. നമ്മൾ ചാടുമ്പോൾ മുട്ടിന് ആയാസം വരും. അതുപോലെ തന്നെ നമ്മൾ ക്ലൈംബിങ്, അതായത് മൗണ്ടൻ അല്ലെ കുന്നുകൾ അല്ലെ മലകളൊക്കെ കയറുമ്പോൾ മുട്ടിന് ആയാസം വരും. അപ്പൊ ഇങ്ങനെയുള്ള വ്യായാമങ്ങൾ ഈ മുട്ടിന് പ്രശ്നമുള്ളവര് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങളിൽ പലരും ചോദിച്ചേക്കാം, പിന്നെ ഏത് വ്യായാമമാണ് ചെയ്യേണ്ടതെന്ന്. അതെ, മുട്ടിന് വേദനയുള്ളവർ അല്ലെ മുട്ടിന് പ്രശ്നമുള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും പറ്റിയ വ്യായാമം മറ്റൊന്നാണ്. അത് മറ്റൊന്നുമല്ല, അത് നീന്തലാണ്. അപ്പോൾ നീന്താൻ സൗകര്യമുള്ളവര് നീന്തുക ഏറ്റവും നല്ലൊരു വ്യായാമമാണ്. ഏറ്റവും നല്ലൊരു എയറോബിക് വ്യായാമമാണ്. നീന്തുമ്പോൾ നമ്മുടെ കാലിന്റെ മുട്ടുകൾക്ക് യാതൊരു സമ്മർദ്ദവും ഏൽപ്പിക്കുന്നില്ല. ശരീരത്തിലെ എല്ലാ ജോയിന്റുകളെയും പ്രവർത്തിപ്പിക്കുന്ന ഒരു വ്യായാമമാണ് നീന്തൽ. അപ്പോൾ നീന്തൽ വളരെ നല്ല വ്യായാമമാണ് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അപ്പോൾ നീന്താൻ സൗകര്യം ഉള്ളവര് തീർച്ചയായിട്ടും നീന്തലിനെ തെരഞ്ഞെടുക്കുകയാണ് വ്യായാമത്തിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു മാർഗം. പിന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, നമ്മുടെ ഈ ശരീരഭാരം ചുമക്കുന്നത് മുഴുവൻ നീ ജോയിന്റും അതുപോലെ തന്നെ അതിന് ചുറ്റിപ്പറ്റിയുള്ള മസിലുകളുമാണെന്ന് സൂചിപ്പിച്ചു. അപ്പോൾ നമ്മൾ ശരീരഭാരം കുറയ്ക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് അമിതവണ്ണമുള്ളവർ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അപ്പോൾ ഈ അമിതവണ്ണം ഉള്ളവർ പലതരത്തിലുള്ള വ്യായാമങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. അതിൽ അവർ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ആദ്യമായിട്ട് വണ്ണം കുറയ്ക്കുക എന്നുള്ളതാണ്. വണ്ണം കുറയ്ക്കാൻ വ്യായാമം മാത്രം പോരാ, അതിന് ശരിയായ ആഹാര രീതിയും വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ആ രണ്ട് മാർഗങ്ങളിൽ കൂടി തൂക്കം കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ മുട്ടിന്റെ വേദനയ്ക്കും മുട്ടിന്റെ നീരിനും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ രണ്ട് കൂട്ടർക്ക്, അതായത് വ്യായാമം ചെയ്യുമ്പോൾ മുട്ടിന് വേദന ഉണ്ടാകുന്നവർക്കും അതുപോലെ തന്നെ മുട്ടിന്റെ രോഗാവസ്ഥ കൊണ്ടോ അല്ലെ വേദന കൊണ്ടോ വ്യായാമം ചെയ്യാത്തവർക്കും ചെയ്യാവുന്ന ചില കാര്യങ്ങളെ പറ്റിയല്ല നമ്മൾ ഇതേവരെ ഡിസ്കസ് ചെയ്ത്. അങ്ങനെയുള്ള രണ്ട് കൂട്ടർക്കും ഇത് വളരെയധികം പ്രയോജനപ്പെടും. അതുപോലെ തന്നെ വ്യായാമം ചെയ്യുന്ന എല്ലാവരും ഇത് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവരുടെ മുട്ടിന് പ്രശ്നം ഉണ്ടാകാതെ സംരക്ഷിക്കാനും പറ്റും. അപ്പോൾ വളരെ വിലപ്പെട്ട ഈ വിവരങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.